വിശദമായി നമ്മൾ കടക്കുകയാണ്. ചേർത്തല പള്ളിപ്പുറത്ത് മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതിൽ കൂടുതൽ സ്ത്രീകളുടെ തിരോധാനത്തിലും അന്വേഷണ പരിധിയിലുണ്ട്. ബിന്ദു പത്മനാഭനും ജൈനമയ്ക്കും പുറമെ ചേർത്തല വാരനാട് സ്വദേശി ഐഷയ്ക്ക് വേണ്ടിയും തെരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞു. 2012 മെയ് 13 ഐഷയെ കാണാതാവുന്നത്. ഈ കേസിലും ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്നുണ്ട്. പഞ്ചായത്ത് ജീവനക്കാരിയായിരുന്ന ഇവർ സ്ഥല ഇടപാടിനായി അറസ്റ്റിലായ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ടിരുന്നു എന്നാണ് സൂചന. ഇതോടുകൂടി ഐഷയുടെ തിരോധാനവും ഏറെ സംശയങ്ങൾക്ക് ഇട നൽകുകയാണ്. ഐഷ നമ്മുടെ ചേർത്തല മുനിസിപ്പൽ പ്രദേശത്ത് താമസിക്കുന്ന ആണ്. അത് ഇച്ചിരി കാലയളവായി, 10 വർഷത്തോളം ആയി കാണുമായിരിക്കും. ഇതുവരെ ഐഷയെ കണ്ടെത്തുവാനൊന്നും സാധിച്ചിട്ടില്ല. അത് ആദ്യഘട്ടത്തിൽ ചെറിയ അന്വേഷണം അവിടെ സ്റ്റേഷൻ ബേസിൽ നടന്നല്ലാതെ പിന്നെ അന്വേഷണങ്ങളൊന്നും നടന്നിട്ടില്ല. അവിടെ ഈ സെബാസ്റ്റ്യൻ വന്നുപോയതായിട്ട് അവിടെയുള്ള ആളുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്റെ വീടിന് സമീപത്തുള്ള സ്ഥലം കൂടിയാണ്. ആ സമയത്ത് തന്നെ പറഞ്ഞ് ഈ ബിന്ദുവിന്റെ കേസ് നടക്കുന്ന സമയത്ത് ഈ ഐഷയുടെ അവിടെ സെബാസ്റ്റ്യൻ വന്ന കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ്. കഴിഞ്ഞിടക്ക് ഒരു മോൻ വന്ന് ഇങ്ങനെ അന്വേഷണമായിട്ട് മുന്നോട്ട് പോകാൻ പോകുന്നുവെന്ന് അവിടെ വന്ന് വന്ന് പറഞ്ഞതായിട്ട്. ഐഷ റിട്ടയർ ആയതാണ്. അവർ പെൻഷനും അങ്ങനെ ഉള്ള കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതൊക്കെ കൈവശപ്പെടുത്തി കാണും. ഇതിൻ്റെ അകത്ത് ഏറ്റവും പഴക്കം ബിന്ദുവിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ സെബാസ്റ്റ്യനുമായിട്ട് തന്നെ കണക്റ്റിംഗ് ആണ് ഐഷയെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. ഏറ്റവും അവസാനമായിട്ടുള്ളതാണ് ജൈനമ്മയുടെ കേസ്. ജൈനമ്മയുടെ ഡിസംബർ മുതലാണ്. ഇത് DNA പരിശോധന നടത്തെങ്കിൽ മാത്രമേ റിസൾട്ട് വന്നാൽ. ഇതാണ് പ്രദേശവാസിയുടെ പ്രതികരണം. എന്തായാലും ദുരൂഹത ഇതാണ് ഈ കേസിൽ ഇതുവരെയുള്ള സാഹചര്യം. കാരണം സെബാസ്റ്റ്യൻ ഇന്നലെ ഒരു പകൽ മുഴുവൻ പോലീസിന്റെ ചോദ്യം ചെയ്യലിന് വിധേയനായിരുന്നു. പക്ഷേ ഒരു കൃത്യമായ തുറന്നു പറച്ചിലും സെബാസ്റ്റ്യൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇതിനിടയിൽ വൈകിട്ടോടുകൂടി ക്രൈംബ്രാഞ്ച് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ ഇതിനിടയിൽ ഈ പ്രദേശവാസി അടക്കമുള്ളവർ പറയുന്നതിന് പിന്നാലെ ഈ ജൈനമ്മ തിരോധാന കേസിൽ ക്രൈംബ്രാഞ്ചിന് കൂടുതൽ തെളിവുകൾ ലഭിച്ചു കഴിഞ്ഞു. അറസ്റ്റിലായ സെബാസ്റ്റ്യൻ ജൈനമ്മയുടെ സ്വർണം പണയം വെച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. 9 പവനോളം ആഭരണങ്ങളാണ് പണയം വെച്ചത്. പ്രതിയെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. അങ്ങനെ നിർണായകമായ നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആലപ്പുഴ പള്ളിപ്പുറത്ത് അന്വേഷണ സംഘം കൂടുതൽ തിരച്ചിൽ നടപടികളിലേക്ക് നടക്കുന്നു. കോട്ടയത്തെ ക്രൈംബ്രാഞ്ച് സംഘം സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്ത് കൂടുതൽ വിശദാംശങ്ങൾ തേടുന്നു. ഇതിനിടയിൽ സെബാസ്റ്റ്യന്റെ നീക്കങ്ങളടക്കം വിശദാംശങ്ങൾ കോട്ടയം ക്രൈംബ്രാഞ്ചും ശേഖരിച്ചു കഴിഞ്ഞു. ഇങ്ങനെ അന്വേഷണം പോവുകയാണ്. 3 പേരുടെ തിരോധാനമാണ് ഇതിൽ പ്രധാനമായും അന്വേഷണ പരിധിയിൽ വരുന്നത്. എങ്ങനെ എന്നതാണ് ചോദ്യം. ആരോഗ്യ പ്രശ്നങ്ങൾ നിരവധിയുണ്ട് സെബാസ്റ്റ്യന്. ഇങ്ങനെ ഒരാൾ ഇത്തരമൊരു കൃത്യം ചെയ്തു, അങ്ങനെ സംശയപ്പെടുത്തുന്ന നിരവധി കാര്യങ്ങളുണ്ട്. വിശദമായി പരിശോധിക്കാം. ശരണ്യ സ്നേഹജൻ, ഒപ്പം തന്നെ ജി ശ്രീജിത്തുമുണ്ട്. ശരണ്യ, ഈ കേസിൽ ഈ പ്രദേശവാസി പറഞ്ഞൊരു സാഹചര്യമുണ്ട്. ഇതിൽ ഏറ്റവും പുതിയതായി നമുക്ക് മുന്നിലേക്ക് വരുന്നത് ഐഷയുടെ തിരോധാനമാണ്. ഐഷയെ കാണാതാവുന്നത് എന്നാണ്? ഈ ഒരു കേസ് വന്നപ്പോൾ മാത്രമാണോ, സെബാസ്റ്റ്യൻ്റെ വീട്ടിലെ ഈ ഒരു സംഭവം വന്നപ്പോൾ മാത്രമാണോ പ്രദേശവാസികൾക്ക് സംശയമുണ്ടാവുന്നത്? എന്താണ് ഇതിൻ്റെ സാഹചര്യം? സജിത്ത്, നിരവധി ദുരൂഹതകൾ നിറഞ്ഞ ഒരു കേസാണ് ഈ പള്ളിപ്പുറത്ത് ജൈനമ്മയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സെബാസ്റ്റ്യന്റെ പുരയിടത്തിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സംഭവം എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടങ്ങൾ ഒരു ചെറിയ കുഴിയെടുത്ത് ആ കുഴിയിൽ മാത്രമാണ് ഈ മൃതദേഹാവശിഷ്ടങ്ങൾ കത്തിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. അങ്ങനെ കണ്ടെത്തിയിട്ടുള്ള ഈ മൃതദേഹാവശിഷ്ടം അത് ആരുടേതാണ്? അതായത് അവിടെ ഒരു മൃതദേഹം പൂർണ്ണമായി കൊണ്ടുവന്ന് കത്തിച്ച ഒരു ലക്ഷണം ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ കൊണ്ടുവരുന്ന ഒരു മൃതദേഹാവശിഷ്ടം അത് ആരുടേതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി നിൽക്കുന്നത്. നിലവിലത്തെ കേസ് പ്രകാരമാണെങ്കിൽ ജൈനമ്മയുടേതാണെന്നുള്ളൊരു നിഗമനത്തിലൊക്കെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. പക്ഷേ DNA പരിശോധന അടക്കം വേണ്ടിവരും എന്നുള്ളതാണ്. ഈ കേസിൽ ഇപ്പോൾ പുതിയൊരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നത്, ഈ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 3 സ്ത്രീകളുടെ കേസാണ് അന്വേഷണ പരിധിയിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് പുതുതായി ഒരാളുടെ തിരോധാനം കൂടി ഇതിനകത്ത് അന്വേഷിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ചേർത്തല വാരനാട് സ്വദേശിയായ ഐഷയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടാണ്. അവർ ഒരു സർക്കാർ ഉദ്യോഗസ്ഥയായിരുന്നു. മാത്രമല്ല ഈ ഐഷ പഞ്ചായത്ത് ജീവനക്കാരിയായിരുന്നു. റിട്ടയർഡായി 2 വർഷത്തിന് ശേഷം അവരുടെ കുടുംബ വീടിനോട് ചേർന്ന് തന്നെ സ്ഥലം വാങ്ങുന്നു. ആ സ്ഥലം വാങ്ങി അവിടെ വീട് നിർമ്മാണത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ, മക്കൾ 2 പേരും ഒപ്പം സ്ഥലത്തില്ലാത്തവരാണ്. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവർ മറ്റു ചില കാര്യങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു.
ആ ഒരു ഘട്ടത്തിൽ ഈ സ്ഥലമിടപാടുകളുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യൻ ഇവരുമായി കോണ്ടാക്ട് ഉണ്ടായതെന്നുള്ള സൂചനയാണ് അന്വേഷണ സംഘത്തിന് ഉള്ളത് എന്നുള്ളതാണ്. അതാണ് അന്വേഷണ സംഘം ഇപ്പോൾ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2012 മെയ് 13 വീട്ടിൽ നിന്നും ബാങ്കിൽ പോവുകയാണെന്ന് പറഞ്ഞിറങ്ങിയ ഐഷ പിന്നീട് തിരികെ ചെന്നിട്ടില്ല എന്നുള്ളതാണ്. ഇവരുടെ മകൻ പിന്നീട് 21 തീയതി തന്നെ പരാതി നൽകുകയും ചെയ്തു. ചേർത്തല പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. ഇതിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. അതായത് ചേർത്തല പോലീസുമായി ബന്ധപ്പെട്ട് ഈ പരാതികളെല്ലാം രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ബിന്ദുവിന്റെ തിരോധാന കേസുമായി ബന്ധപ്പെട്ടുള്ള പരാതി നിൽക്കുന്നു. ഒപ്പം തന്നെ അതിനുശേഷം പിന്നീട് ഇവരുടെ സ്വത്തുവകകളെല്ലാം തന്നെ ഈ സെബാസ്റ്റ്യൻ തട്ടിയെടുത്തുവെന്നും ബിന്ദുവിന് പകരം വ്യാജമായി മറ്റൊരു സ്ത്രീയെ കൊണ്ടുവന്നാണ് ഇത് നടത്തിയത് എന്നുള്ള തെളിവുകൾ സഹിതം പോലീസിൽ ലഭ്യമാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ കേസ് അത്ര ഗൗരവത്തോടു കൂടി കണ്ടോ എന്നുള്ള കാര്യം വളരെ സംശയമാണ്. കാരണം ചേർത്തല പോലീസിൽ ഇപ്പോഴും ഈ കേസുകൾ ഒരു തുമ്പുമില്ലാതെ കിടക്കുന്നൊരവസ്ഥ ആയിരുന്നു. അതിനുശേഷമാണ് ഇത് ക്രൈംബ്രാഞ്ച് ഈ കേസ് ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയും ചെയ്തിട്ടുള്ളത്. നിലവിലത്തെ ഒരു അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ ഈ ഐഷയുടെ തിരോധാനവും കൂടി ചേർത്ത് വെച്ച ആണ് അന്വേഷണ സംഘം ഇപ്പോൾ മുന്നോട്ട് പോകാനായി നോക്കുന്നത്. നമുക്കറിയാം 2.5 ഏക്കർ വരുന്ന പുരയിടമാണ് സെബാസ്റ്റ്യന്റേത്. ആ പുരയിടത്തിൽ ഉള്ളിലേക്ക് കടക്കാൻ തന്നെ നമുക്ക് ഒരു പ്രൈവറ്റ് റോഡുണ്ട്. ആ റോഡിൽ കൂടെ വേണം ഈ വീടിനകത്തേക്ക് നമ്മൾ കടക്കാൻ. ചതുപ്പും ഒപ്പം തന്നെ വെള്ളവും പുരയിടവും ഒക്കെ ഇടകലർന്ന ഭൂമിയാണ്. അവിടെ ഇങ്ങനെ ഒരു ഈ കഴിഞ്ഞ ഡിസംബറിൽ കാണാതായ ജൈനമ്മയുടെ നിന്ന് സംശയിക്കുന്ന ശരീര അവശിഷ്ടങ്ങൾ അവിടെ കണ്ടെത്തി. പക്ഷെ ഇത് ആരുടെ ബോണുകളാണ്? അതിന് പഴക്കമുണ്ടോ? കാരണം ഒരു ബോഡി മുഴുവനായി കൊണ്ടുവന്ന് കത്തിച്ച ലക്ഷണങ്ങൾ ആ സ്ഥലത്ത് ഇല്ല എന്നുള്ളതാണ്. ആഴത്തിലുള്ള കുഴി പോലും അല്ലായിരുന്നു ഇത് മറവ് ചെയ്തിരുന്നത് എന്നുള്ളതാണ്. തൊട്ടടുത്ത് തന്നെ ഒരു കുപ്പിയിൽ ഡീസൽ ഉണ്ടായിരുന്നു. ആ ഡീസലിന്റെ ആ കുപ്പി കാണുമ്പോൾ തന്നെ, ഒരു മദ്യക്കുപ്പിയിലാണ് ഡീസൽ ഉണ്ടായിരുന്നത്. ആ കുപ്പി കാണുമ്പോൾ തന്നെ അറിയാം അതിന്റെ കുറച്ച് ഭാഗത്ത് മാത്രമാണ് അത് ആ ഡീസൽ ഉപയോഗിച്ചിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത്ര ഡീപ്പായിട്ടൊരു ബേണിങ്ങോ അല്ലെങ്കിൽ കത്തിക്കലോ അവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റെവിടെയെങ്കിലും മൃതദേഹം സൂക്ഷിച്ച ശേഷം ഈ മറ്റ് അവശിഷ്ടങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ കത്തിച്ചതാണോ എന്നടക്കമുള്ള സംശയം നിലനിൽക്കുന്നു. ഒരു ഘട്ടത്തിൽ ബിന്ദു തിരോധാന കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ഈ സെബാസ്റ്റ്യന്റെ പുരയിടത്തിൽ അന്വേഷിക്കാനായി എത്തിയപ്പോൾ ആ പുരയിടം മുഴുവൻ, ഈ പുരയിടത്തിലെ പല ഭാഗങ്ങളിലും അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത രീതിയിൽ കക്കൂസ് മാലിന്യം കൊണ്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത്തരത്തിൽ സെപ്റ്റിക് ടാങ്കുകൾ വല്ലതും ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം പറയേണ്ട ആൾ സെബാസ്റ്റ്യൻ ആണ്. സെബാസ്റ്റ്യൻ ഒരു ഘട്ടത്തിലും പോലീസിന്റെ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ല എന്നുള്ളതാണ്. പറയുന്ന ഘട്ടത്തിൽ തന്നെ തന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇയാൾ ഓരോ പ്രാവശ്യവും രക്ഷപ്പെട്ടു പോകുന്നത്. ഇപ്പോൾ 67 വയസ്സായി. പക്ഷേ ഈ തിരോധാന കേസ് നടക്കുന്ന സമയങ്ങളിലൊക്കെ ഈ 2013-12 ഐഷയെ കാണാതാകുന്നത്. ഒപ്പം തന്നെ അതിന് മുൻപ് ബിന്ദുവിനെ 2006 ബിന്ദു കാണാനില്ല എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് വരുന്നത്. ആ ഘട്ടത്തിലൊക്കെ ഇയാൾ ആരോഗ്യവാനാണ്. പക്ഷേ ഈ കേസുകളൊക്കെ പിന്നീട് സജീവമായി വരുന്നത് 2013 ശേഷവും 2017 ശേഷവും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇയാളെ നുണപരിശോധനയ്ക്ക് അടക്കം വിധേയനാക്കാൻ ശ്രമിച്ച ഘട്ടത്തിൽ തനിക്ക് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി കോടതി മുഖാന്തരം ഇടപെട്ട് ഇയാൾ ഇത് തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായൊരു ട്രെയിനിങ്ങോടുകൂടിയാണ് ഇയാൾ അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് ഇരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അഭിഭാഷകരുടെ ഉൾപ്പെടെയുള്ള സപ്പോർട്ട് അയാൾക്കുണ്ട് എന്നുള്ളതാണ്. കാരണം ബിന്ദു പത്മനാഭന്റെ കേസുമായി ബന്ധപ്പെട്ട് പിന്നീട് ബിന്ദുവിന്റെ കോടികൾ വിലമതിക്കുന്ന സ്വത്താണ് ഇയാള് പവർ ഓഫ് അറ്റോർണി, വ്യാജ പവർ ഓഫ് അറ്റോർണി ഉണ്ടാക്കി വാങ്ങി അത് വിൽപ്പന നടത്തിയിട്ടുണ്ട്. അങ്ങനെ നല്ല തുക ഇയാളുടെ കൈവശം വന്നിട്ടുണ്ട്. അന്വേഷണം ഒതുക്കി തീർക്കാൻ അടക്കം ഉദ്യോഗസ്ഥർക്കടക്കം ഈ തുക നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും അത്തരം ആരോപണങ്ങളും ഒക്കെ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. അല്ലെങ്കിൽ ഈ 3 സ്ത്രീകളെ കാണാതായിട്ടും അതും ഒരു സ്റ്റേഷൻ പരിധിയിൽ തന്നെ കാണാതായിട്ടും അതിനകത്ത് അന്വേഷണം എന്തായി, അല്ലെങ്കിൽ എന്ത് കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. ഇപ്പോൾ കോട്ടയത്ത് നിന്ന് ഈ ജൈനമ്മ കേസുമായി ബന്ധപ്പെട്ട് കിട്ടിയ തുമ്പിൽ മാത്രമാണ് അന്വേഷണ സംഘത്തിന് പിടിച്ചു കയറാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷെ അപ്പോഴും ഈ ബിന്ദുവിലേക്കോ അല്ലെങ്കിൽ ഐഷയിലേക്കോ എത്തുന്ന ഒരു സൂചനകളിലേക്ക് ഈ സ്ഥലം വിൽപ്പന നടത്തിയതിനപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങളിലേക്ക് ഈ തിരോധാനം ഇയാൾ എന്തുവരെ ചെയ്തു എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. എന്തായാലും ഐഷയുടെ കേസ് ഇതുമായി കണക്റ്റഡ് ആയി വരുന്നുണ്ട് എന്നുള്ളതാണ്. ക്രൈംബ്രാഞ്ച് സംഘം ചേർത്തല സ്റ്റേഷനിൽ നിന്നും അതുമായി ബന്ധപ്പെട്ട കേസ് ഫയലുകൾ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഇതിൽ തന്നെ ഈ സെബാസ്റ്റ്യനുമായി നമ്മൾ ബന്ധപ്പെട്ട് അന്വേഷിക്കുമ്പോൾ വലിയ നിഗൂഢതയുണ്ട്. ഇയാള് ഓട്ടോറിക്ഷയിലും കാറിലും ഒക്കെ ആയിട്ടാണ് ഇയാള് ഈ പൈസ, അതായത് ഇവരുടെ സ്വത്ത്
തിന് ശേഷമുള്ള പൈസയുമായി ഇറങ്ങുകയും നാട്ടുകാർക്ക് ഉൾപ്പെടെ ഈ പണം കാണിക്കുകയും മദ്യം മേടിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ബിന്ദുവിന്റെ വീട് പൊളിച്ചപ്പോൾ ആ പൊളിച്ച സാധനങ്ങൾ, ആ വീടിനകത്തുണ്ടായിരുന്ന ഫർണിച്ചറുകൾ ഉൾപ്പെടെ ഈ വീട്ടിലേക്കാണ് കൊണ്ടുവന്നത് നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇയാൾ തുറന്ന് പറയുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ വളരെ നമ്മൾക്ക് ഇയാളുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ കഴിയുമ്പോൾ ചെറുപ്പം മുതൽ ഇത്തരത്തിൽ ചില മോശണ കാര്യങ്ങൾ ഉണ്ടായിരുന്ന ഒരാളാണ് എന്നുള്ള വിവരവും ഒക്കെ നാട്ടുകാർ സ്ഥിരീകരിക്കുന്നുണ്ട്. അത്തരത്തിൽ ഒരു വളരെയധികം നിഗൂഢത നിറഞ്ഞ ഒരു ഇടപാടുകളായി ഈ സെബാസ്റ്റ്യന്റേത് മാറുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അയാൾ അനാരോഗ്യം ചൂണ്ടിക്കാട്ടിയാണ് അന്വേഷണ സംഘത്തെ പ്രതിരോധത്തിലാക്കുകയും ചെയ്യുന്നത്. സജിത്ത്. യെസ് ശരണ്യ, അതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഈ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ദുരൂഹതകളിൽ ഒരു നിർണായക ട്വിസ്റ്റ് ഇപ്പോൾ പോലീസിന്റെ കൈവശം ലഭിച്ചിരിക്കുന്നു. അതായത് ഈ സ്വർണം പണയപ്പെടുത്തിയതിന്റെ നിർണായകമായ ചില തെളിവുകളാണ്. 9 പവൻ സ്വർണം പണയപ്പെടുത്തി എന്ന തെളിവുകളാണ്. ജി ശ്രീജിത്ത് ഉണ്ട്. ശ്രീജിത്ത്, എന്താണ് ഇന്നലെ ക്രൈംബ്രാഞ്ചിന് കൃത്യമായ ഒരു തെളിവുകളില്ല, സെബാസ്റ്റ്യൻ മനസ്സ് തുറക്കുന്നില്ല, വലിയ പ്രതിസന്ധിയിലായിരുന്നു. ഇത് സംബന്ധിച്ച് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് ലഭ്യമായിരിക്കുന്ന പുതിയ തെളിവുകൾ എന്താണ്? വിശദാംശങ്ങൾ. സജിത്ത്, ഈ സ്വർണത്തിന്റെ ഉൾപ്പെടെ തെളിവുകൾ ക്രൈംബ്രാഞ്ചിന്റെ പക്കൽ ഉണ്ടായിരുന്നു. പക്ഷെ അത് നമ്മളോട് വെളിപ്പെടുത്തുന്നത് അല്ലെങ്കിൽ നമുക്ക് വിവരം ലഭിക്കുന്നത് ഇപ്പോഴാണ് എന്ന് മാത്രം. യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇത്തരം കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച് ചോദ്യം ചെയ്യുമ്പോഴും സെബാസ്റ്റ്യൻ ഒന്നും പറയുന്നില്ല എന്നുള്ളതാണ്. അതായത് ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ജൈനമ്മയെ തനിക്ക് അറിയുകയില്ല എന്നതാണ് സെബാസ്റ്റ്യൻ എപ്പോഴും എടുത്തിരിക്കുന്ന നിലപാട്. കണ്ടിട്ടില്ല, ഫോൺ പോലും വിളിച്ചിട്ടില്ല എന്ന് മൊഴി നൽകുന്നു. പിന്നീടാണ് ഇത്തരം ഓരോ തെളിവുകളായി എടുത്തു വെച്ചുകൊണ്ട് ജൈനമ്മയുടെ ഫോണും സെബാസ്റ്റ്യന്റെ ഫോണും ഒരേ ടവർ ലൊക്കേഷനിലെത്തിയത്. ഏറ്റവും അവസാനം ഈ വീടിരിക്കുന്ന സ്ഥലത്ത് നിന്നുള്ള ടവർ ലൊക്കേഷനിലാണ് ഫോൺ ഓഫാവുന്നത് അടക്കമുള്ള വിവരങ്ങൾ. പിന്നീട് ഓണായപ്പോൾ അത് സെബാസ്റ്റ്യന്റെ കയ്യിലാണ് ഈ ഫോൺ ഉള്ളത് എന്നുള്ളതിന്റെ CCTV ദൃശ്യങ്ങൾ, ഈരാറ്റുപേട്ടയിലെ CCTV ദൃശ്യങ്ങൾ, ഇതെല്ലാം കാണിച്ചുകൊണ്ട് നടത്തിയ ചോദ്യം ചെയ്യലിൽ ചില സമ്മതങ്ങൾ സെബാസ്റ്റ്യൻ നടത്തിയിട്ടുണ്ട്. അതായത് പൂർണ്ണമായും എങ്ങനെ, എവിടെ എന്നുള്ള യുക്തിപരമായ മറുപടി എന്നുള്ളതിനപ്പുറത്തേക്ക് ചില മറുപടികൾ സെബാസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. അവിടെയാണ് ജൈനമ്മ കേസുമായി സെബാസ്റ്റ്യന് വളരെ കൃത്യമായ ബന്ധമുണ്ട് എന്ന നിഗമനത്തിലേക്ക് ക്രൈംബ്രാഞ്ച് സംഘം എത്തുന്നത്. ഇതേതാണ്ട് കഴിഞ്ഞൊരു മെയ് മാസം മുതൽ പലതരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തി, പല ഈ വിവിധ പ്രാർത്ഥനാ കേന്ദ്രങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് പല അന്വേഷണം നടത്തി. കോട്ടയത്തെയും ഏറ്റുമാനൂരിലെയും പാലയിലെയും ഒക്കെ കേന്ദ്രങ്ങളിൽ അന്വേഷണം നടത്തിയിരുന്നു. പല തട്ടിപ്പുകാരുമായി ബന്ധപ്പെട്ടൊക്കെ അന്വേഷണം നടത്തിയിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ ഈ ഫോണുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് നിർണായകമായത്. മാത്രവുമല്ല, സെബാസ്റ്റ്യൻ പലയിടത്തായി ഈ സ്വർണ്ണാഭരണങ്ങൾ, അതായത് ഏതാണ്ട് 9 പവനോളം സ്വർണ്ണാഭരണമാണ് ജൈനമ്മയുടെ കൈവശമുണ്ടായിരുന്നത് എന്നുള്ളതാണ് ഫലത്തിൽ ബന്ധുക്കൾ നൽകിയിരിക്കുന്ന മൊഴി. അതിന് സമാനമായ രീതിയിൽ 9 പവനോളം സ്വർണ്ണാഭരണങ്ങൾ, ജൈനമ്മയുടേത് എന്ന് കരുതുന്ന സ്വർണ്ണാഭരണങ്ങൾ സെബാസ്റ്റ്യൻ പണയപ്പെടുത്തിയിട്ടുണ്ട് എന്നും ക്രൈംബ്രാഞ്ച് സംഘം അതിൻ്റെ തെളിവുകൾ, ഈ കടക്കാരുടെ മൊഴി അടക്കമുള്ള കാര്യങ്ങൾ, അവിടേക്ക് എങ്ങനെയാണ് എത്തിയത് എന്നുള്ള ഓട്ടോ ഡ്രൈവറുടെ മൊഴി അടക്കമുള്ള കാര്യങ്ങൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇനിയും പല തെളിവുകൾ ഇനിയും കയ്യിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ കൃത്യമായി പുറത്തു വരണമെങ്കിൽ ഇനിയും സെബാസ്റ്റ്യനെ കാര്യമായി ചോദ്യം ചെയ്യണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇന്ന് കസ്റ്റഡി അപേക്ഷ കോടതിയിൽ സമർപ്പിക്കുന്നത്. അതിനുശേഷം കസ്റ്റഡി ലഭിച്ചു കഴിഞ്ഞാൽ 10 ദിവസത്തേക്കാണ് കസ്റ്റഡി അപേക്ഷ ചോദിക്കുന്നത്. അത്രയും ദിവസങ്ങളിലെ ചോദ്യം ചെയ്യലിലൂടെ സെബാസ്റ്റ്യനിൽ നിന്ന് കൃത്യമായ വിവരങ്ങൾ എടുക്കാൻ കഴിയും എന്നുള്ള വിശ്വാസമാണ്. അതായത് മോട്ടീവ് എന്ത്, ഒരു കൊലപാതകത്തിന്റെ ലക്ഷ്യം എന്ത് എന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ടല്ലോ സജിത്ത്. അവിടെ പണമാണ് സെബാസ്റ്റ്യൻ ഓരോരുത്തരിൽ നിന്നും, പണം അല്ലെങ്കിൽ ഭൂമിയൊക്കെ തട്ടിയെടുക്കുക എന്നുള്ളതാണ്. ജൈനമ്മ എന്തിന് വലിയ പണക്കാരിയൊന്നും അല്ലല്ലോ എന്നുള്ള സാധാരണ ചോദ്യങ്ങൾ പലയിടത്തുനിന്നും ഉയർന്നുണ്ട്. പക്ഷെ അവിടെയാണ് ഇത്രത്തോളം സ്വർണം, ഈ 9 പവൻ സ്വർണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിനനുസരിച്ച് പണം കിട്ടുന്നത് കൂടിയാണ്. ആ നിലയിലാണ് ഇപ്പോഴും കാണുന്നത്. ഇതിലൊക്കെ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ട്വിസ്റ്റ് അല്ലെങ്കിൽ നിർണായക വിവരം വരേണ്ടത് DNA പരിശോധന ഫലമാണ്. ഈ കണ്ടെത്തിയ ശവശരീര ഭാഗങ്ങൾ അത് ജൈനമ്മയുടേതാണോ അതോ വേറെ ആരുടേതെങ്കിലും ആണോ എന്നൊക്കെ, അതായത് സങ്കീർണമാണ് ഈ കേസ് അന്വേഷണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവിടെ പ്രതിയായ സെബാസ്റ്റ്യനിൽ നിന്ന് ഒരു വിവരവും, സാധാരണ മണിക്കൂറുകൾ ചോദ്യം ചെയ്യുമ്പോൾ പല പ്രതികളും മുട്ടുകുത്തുന്നതാണ്, അങ്ങനെ മുട്ടുകുത്തുന്ന ഒരു പ്രതീതി അല്ല സെബാസ്റ്റ്യൻ കാണിക്കുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഷുഗറിൻ്റെതായ ആരോഗ്യ പ്രശ്നങ്ങൾ, പ്രഷർ പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, കാലിന് ചില പ്രശ്നങ്ങളുണ്ട്. അതിനപ്പുറത്തേക്ക് മറ്റ് ശരീരഭാഗങ്ങൾക്കൊന്നും അങ്ങനെ കാര്യമായ പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് പല ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. അങ്ങനെയൊക്കെയാണ്. അതായത് സെബാസ്റ്റ്യൻ തന്നെയാണ് ഈ കൊലപാതകം ഫലത്തിൽ നടത്തിയിരിക്കുന്നത്. പക്ഷെ അത് ആരുടെ കൊലപാതകം, ജൈനമ്മയുടെ തന്നെയാണോ അതോ ഇനി മറ്റെവിടെങ്കിലും ജൈനമ്മയെ കൊലപ്പെടുത്തി മറ്റെവിടെങ്കിലും ആണോ ഉപേക്ഷിച്ചിട്ടുള്ളത്, ഇതെല്ലാം ഇനി കണ്ടെത്തേണ്ടതുണ്ട്. അതിനാണ് ഈ വിശദമായ ചോദ്യം ചെയ്യൽ വേണ്ടി വരിക. പോസ്റ്റ്മോർട്ടം പരിശോധനയുടെ കൂടുതൽ വിവരങ്ങൾ ഒരുപക്ഷെ ഇന്ന് തന്നെ
ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവിടെയും മുഴുവൻ ശരീരഭാഗങ്ങളും ഇല്ല. ഈ കിട്ടിയ അസ്ഥികളൊക്കെ ശരീരത്തിന്റെ പല ഭാഗങ്ങളുടേതുമാണ്. അതുകൊണ്ട് തന്നെ DNA പരിശോധന ഫലം അല്പം സങ്കീർണമാകുമോ എന്ന സംശയമുണ്ട്. അത് 2-3 ദിവസത്തിനുള്ളിലായിരിക്കും അത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പരമാവധി ലഭിച്ച തെളിവുകൾ, മൊഴിയുടെയൊക്കെ അടിസ്ഥാനത്തിൽ പരമാവധി കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ, കാരണം ഈ കേസിന് മറ്റ് സാക്ഷികളൊന്നുമില്ല, അങ്ങനെ ഒരു കേസായതുകൊണ്ട് തന്നെ പരമാവധി ശാസ്ത്രീയ തെളിവുകൾ കണ്ടെത്താനുള്ള വലിയ ശ്രമത്തിലാണ് കോട്ടയത്തെ ക്രൈംബ്രാഞ്ച് യൂണിറ്റ് ഉള്ളത്. സജിത്ത്, ശ്രീജിത്ത്, ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ സെബാസ്റ്റ്യൻ അങ്ങേയറ്റം ദുരൂഹത ഉള്ള ഒരു വ്യക്തിയായി മാറുകയല്ലോ. 2002 ഈ ബിന്ദു പത്മനാഭൻ, അതായത് കോടികളുടെ ആസ്തിയുള്ള ബിന്ദു പത്മനാഭന്റെ മരണശേഷം സെബാസ്റ്റ്യന്റെ സാമ്പത്തിക ശേഷി വളരെയധികം വർദ്ധിച്ചു എന്ന ഒരു പോലീസിന്റെ കണ്ടെത്തലുണ്ട്. പക്ഷേ ഇത് എന്തുകൊണ്ടാണ് ബിന്ദു പത്മനാഭനും ഈ സെബാസ്റ്റ്യനും തമ്മിൽ ഈ ദുരൂഹത, ഈ തിരോധാനത്തിലെ ദുരൂഹത പൂർണ്ണമായി അഴിക്കാനും കഴിഞ്ഞില്ല? 11 പേരെയോളം കസ്റ്റഡിയിലെടുത്തു. പക്ഷേ ഇവരൊക്കെ പല ഘട്ടങ്ങളിലായി ജാമ്യത്തിൽ ഇറങ്ങിപ്പോകുന്നു. സെബാസ്റ്റ്യനിലേക്ക് പൂർണ്ണമായി എത്താൻ കഴിഞ്ഞില്ല. ഒടുവിൽ ഇത് ഈ അന്വേഷണത്തിൽ വീട്ടുവളപ്പിൽ നിന്ന് മൃതദേഹാവശിഷ്ടം കിട്ടുമ്പോൾ മാത്രമാണ് ഇതിലേക്ക് എത്തുന്നത്. എന്നിട്ടും ഇതുപോലെ ഒരു വയോധികനായ അല്ലെങ്കിൽ മധ്യവയസ്കൻ കഴിഞ്ഞ ഒരു വ്യക്തി ഇതുവരെ എങ്ങനെ പോലീസിന് മുന്നിൽ പിടിച്ചു നിൽക്കുന്നു എന്നൊരു വലിയൊരു ചോദ്യമില്ലേ? പോലീസ് കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന എന്താണ്? ഇദ്ദേഹം അതൊരു കണ്ണിങ് ക്രിമിനൽ എന്നതാണോ ഈ സെബാസ്റ്റ്യന്റെ ഒരു പൊതു സ്വഭാവം? തീർച്ചയായും ഒരുതരം സൈക്കോ എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ പല ക്രിമിനലുകളുടെയും സ്വഭാവമുണ്ടല്ലോ. ആ നിലയിലാണ് ഇയാളുടെ പെരുമാറ്റം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് നോക്കൂ സജിത്ത്, ഈ ജൈനമ്മയുമായി ബന്ധപ്പെട്ട കേസിൽ ജൈനമ്മയെ അറിയുകയില്ല എന്നുള്ളതാണ് സെബാസ്റ്റ്യന്റെ മൊഴി. അപ്പോഴിതാ ഈരാറ്റുപേട്ടയിലെ കടയിൽ നിന്നും ജൈനമ്മയുടെ ഫോൺ എടുക്കുന്ന CCTV ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ചോദ്യം ചെയ്യലിൽ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. അപ്പോൾ അത് അങ്ങനെ അവിടെ ഒരു പള്ളിയിൽ പോയതാണെന്നും അവിടെ നിന്ന് അങ്ങനെ പോയപ്പോൾ ചാർജ് ചെയ്തതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ സെബാസ്റ്റ്യൻ പറയുന്നില്ല. ആ പള്ളിയിൽ ഒരാൾ തനിക്ക് ഏതാണ്ട് 500ഓളം രൂപ തന്നെന്നും അതിൽ 350 രൂപയ്ക്ക് ഒരു ചാർജർ വാങ്ങി എന്നും ഫോൺ ചാർജ് ചെയ്തു, അതിനുശേഷം റീചാർജ് 100 രൂപയ്ക്ക് ചെയ്തു എന്നുള്ളതാണ് സെബാസ്റ്റ്യന്റെ മൊഴി. അതെങ്ങനെ ഫോൺ എത്തി എന്ന കാര്യത്തെക്കുറിച്ച് സെബാസ്റ്റ്യൻ അപ്പോഴും പറയുന്നില്ല. അതങ്ങനെ ഇങ്ങനെ എന്നുള്ള വളരെ ചെറിയ മറുപടി. സാധാരണഗതിയിൽ സജിത്ത്, നമുക്കറിയാലോ, പല ക്രിമിനലുകളെയും പോലീസ് ഈ ഒരു ഘട്ടത്തിൽ ചോദ്യം ചെയ്യുന്ന ഒരു രീതി ഇങ്ങനെയൊന്നും ആയിരിക്കില്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ ആ മുറകളൊന്നും തന്നെ പ്രയോഗിക്കാൻ ഇവിടെ പോലീസ് നിസ്സഹായരാകുകയാണ്. കാരണം ആരോഗ്യനില അത്ര ഗുണകരമല്ല. പിന്നീട് അത് ക്രൈംബ്രാഞ്ചിന്റെ തലയിൽ തന്നെ വലിയൊരു ബാധ്യതയായി മാറുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പരമാവധി തെളിവുകൾ ശേഖരിച്ച് അത് മുന്നിൽ കാണിച്ചുകൊണ്ട് ഈ കേസിന് ഒരു ലിങ്ക് ഉണ്ടാക്കിയെടുക്കുക എന്ന തന്ത്രം തന്നെയാണ് ക്രൈംബ്രാഞ്ച് സ്വീകരിച്ചു വരുന്നത്. അതിൽ കഴിഞ്ഞ കേസുകളെ അപേക്ഷിച്ച് ഒരുപാട് മുന്നിലേക്ക് പോകുന്നു. ജൈനമ്മയുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്ന ആളിന്റെ കയ്യിൽ നിന്ന് ജൈനമ്മയുടെ ഫോൺ തന്നെ, അതും രഹസ്യമായി പുറത്തെടുക്കുന്നു, തുണിയിൽ പൊതിഞ്ഞ ഫോൺ പുറത്തെടുക്കുന്ന ദൃശ്യം പോലീസിന് ലഭിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. അതേപോലെ പണയം വെച്ച സ്വർണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതും വളരെ പ്രധാനപ്പെട്ടതായി നിൽക്കുന്നു. ക്രൈംബ്രാഞ്ച് വളരെ മുന്നോട്ട് പോവുകയാണ് സജിത്ത്. ശരണ്യ, 2002 ആ കാലഘട്ടത്തിലാണ് ഈ ബിന്ദു പത്മനാഭന്റെ തിരോധാനവും തുടർന്നുള്ള വിവാദങ്ങളും ഉണ്ടാവുന്നത്. ഒരു തരത്തിലും അന്വേഷണം മുന്നോട്ട് പോകാതിരിക്കുമ്പോഴാണല്ലോ ഈ മൃതദേഹ അവശിഷ്ടം കോട്ടയം ക്രൈംബ്രാഞ്ച് അവിടെ വന്ന് കണ്ടെത്തുന്നത്. അപ്പോഴാണല്ലോ ഈ 2 കേസുമായി ലിങ്ക് ചെയ്യുകയും ഏറ്റവും ഒടുവിൽ ചരണ്യ സൂചിപ്പിച്ച ഐഷ കേസ് പോലും ഇത്തരമൊരു സംശയത്തിലേക്ക് വരികയും ചെയ്യുന്നത്. ഈ സെബാസ്റ്റ്യൻ ആരാണ്? സെബാസ്റ്റ്യന്റെ കുടുംബ പശ്ചാത്തലം, അദ്ദേഹത്തിന്റെ അയൽവാസികൾ, ശരണ്യ വീട്ടിൽ പോയിട്ടുള്ളത് കൂടിയാണല്ലോ. ഒരു കാട് മൂടിയ ഒരു പ്രദേശം, അങ്ങനെ ഒരു പ്രതീതി പൊതുവിൽ ആ ദൃശ്യങ്ങളിലൊക്കെ വ്യക്തമാവുന്നുണ്ട്. എന്താണ് അവിടുത്തെ സാഹചര്യം? ഈ സെബാസ്റ്റ്യന്റെ പ്രവർത്തനങ്ങളിൽ, നീക്കങ്ങളിലൊക്കെ അയൽവാസികൾക്ക് ആ സംശയമുണ്ടോ? സജിത്ത്, സെബാസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഞാൻ വളരെ വ്യക്തമായി സെബാസ്റ്റ്യന്റെ അടുത്ത ബന്ധുക്കളോടും അയൽവാസികളെ, വീടിന്റെ തൊട്ടടുത്തുള്ള ആളുകളോടും ഒക്കെ, സെബാസ്റ്റ്യനോടൊപ്പം പഠിച്ച ആളുകളെയൊക്കെ നമ്മൾ കണ്ടു, അവരോടൊക്കെ സംസാരിച്ചു. അപ്പോൾ ദീർഘനേരം സംസാരിച്ചപ്പോൾ ഇവർ പറയുന്ന കാര്യങ്ങൾ തുടക്കം മുതൽ തന്നെ ശ്രീജിത്ത് നേരത്തെ സൂചിപ്പിച്ച ഒരു ക്രിമിനൽ സ്വഭാവം ഉള്ള ഒരാളാണ് സെബാസ്റ്റ്യൻ എന്നുള്ളതാണ്. അതിൽ സെബാസ്റ്റ്യന് അവിടുത്തെ ക്ലബ്ബുകളും ഒക്കെ ആയിട്ട് സജീവ ബന്ധമുള്ള, ഫുട്ബോൾ കളിക്കുന്ന അങ്ങനത്തെയൊക്കെ ഉള്ള ഒരാളായിട്ടാണ് അയാളുടെ ഒരു യൗവന ഘട്ടത്തിലേക്ക് വരുന്നത്. പിന്നീട് അയാൾ ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകളിലേക്ക് പോകുന്നു. ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലേക്ക് പോകുന്ന ഘട്ടത്തിലാണ് ഈ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് പിന്നീട് ദുരൂഹതകൾ വന്നു തുടങ്ങുന്നത് എന്നുള്ളതാണ്. സജിത്ത്, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ടാണ് പോലീസ് ഈ കേസിനെ വളരെ സില്ലിയായി വിട്ടത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ബിന്ദു പത്മനാഭനെ പോലെയുള്ള ഒരു സ്ത്രീയെ കാണാതാകുന്നു.
അവരെ കാണാതാകുന്നതിനെ സംബന്ധിച്ചുള്ള വിവരം ലഭ്യമാകുന്നു. പക്ഷെ പിന്നീട് 2013 ഇവരുടെ പ്രോപ്പർട്ടി, അതായത് കാണാതായിരിക്കുന്ന ബിന്ദു പവർ ഓഫ് അറ്റോർണി നൽകി ഇയാൾക്ക് ആ സ്വത്തുക്കളുടെ അവകാശത്തിലേക്ക് ഇയാളെ കൊണ്ടുവരികയും അത് മറച്ചു വെക്കാനായി ഇയാളെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഒരു പവർ ഓഫ് അറ്റോർണി, വ്യാജ പവർ ഓഫ് അറ്റോർണി ആണ് അതെന്നുള്ളത് പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞു. ഒപ്പം തന്നെ ബിന്ദു എന്ന പേരിൽ കൊണ്ടുവന്ന് രജിസ്റ്റർ ഓഫീസുകൾ കൊണ്ടുവന്ന് സൈൻ ചെയ്തിട്ടുള്ള സ്ത്രീ എന്ന് പറയുന്നത് അതൊരു LIC ഏജന്റ് ആണ് ചേർത്തലയിലെ എന്നുള്ളത് പിന്നീട് കണ്ടെത്തി. ആ കേസിൽ 3 പ്രതികളാണ്. എന്നിട്ടും എന്തുകൊണ്ട് ഇതിനകത്ത് കടന്ന ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് പോയില്ല എന്നുള്ളത് തന്നെയാവണം ഒരുപക്ഷെ ഈ ജൈനമ്മയും കൂടുതൽ ഇരകളും ഈ സെബാസ്റ്റ്യന്റെ വലയിലേക്ക് വീഴാൻ കാരണം എന്ന് തന്നെ നമുക്ക് പറയാൻ സഹിത്ത്. അത്തരമൊരു സാഹചര്യത്തിലൂടെയാണ് ഇയാൾ കടന്നു പോയിട്ടുള്ളത്. പിന്നെ ഇയാളുടെ ഒരു ചെറുപ്പം എന്ന് പറയുന്നത് ഇയാളുടെ വീട്ടില് ഇവര് 3 ആൺമക്കളും 3 പെൺമക്കളുമാണ്. ഇതില് ഈ സെബാസ്റ്റ്യൻ ആണ് ഇപ്പോൾ ഈ കുടുംബ വീട്ടിൽ ഉള്ളത്. ഇയാൾ മറ്റൊരു സഹോദരനുള്ളത് വിദേശത്താണ്. ഒരാൾ എവിടെയാണെന്ന് അറിയില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ബാക്കിയുള്ള സഹോദരിമാരെല്ലാം വിവാഹം കഴിച്ച് അവരെ മറ്റിടങ്ങളിലൊക്കെയാണ്. അപ്പൊ ഈ 2.5 ഏക്കർ വരുന്ന പുരയിടത്തില് സെബാസ്റ്റ്യൻ ആണ് അവിടെ വരുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ഒരാഴ്ച മുമ്പും സെബാസ്റ്റ്യൻ അവിടെ വന്നിട്ടുണ്ട്. സെബാസ്റ്റ്യൻ വരുന്ന ഒരു ഘട്ടത്തിൽ ആ പ്രദേശത്തുള്ള ഒരു 10-20ഓളം ചെറുപ്പക്കാരായ ചെറിയ കുട്ടികൾ, അതായത് 10-20 വയസ്സിന് മേളിലുള്ള 25 വയസ്സൊക്കെ ഉള്ള വരുന്ന ചെറുപ്പക്കാരായ ഒരു സംഘം കുട്ടികളെ, യുവാക്കളെ ഉൾപ്പെടെ അകത്തേക്ക് കൊണ്ടുവരികയും ആ വീടൊരു മദ്യപാന സദസ്സാണ് എന്നുള്ളതാണ് അയൽവാസികൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ചുറ്റും വരാന്തയുള്ള വലിയൊരു കോമ്പൗണ്ട് ആണ്. അകത്ത് എന്ത് നടക്കുന്നതെന്ന് ആർക്കറിയാം. റോഡിൽ നിന്ന് തന്നെ ഒരു പ്രൈവറ്റ് റോഡ് പോലെ അകത്തേക്ക് വന്നാണ് ചുറ്റും മരങ്ങളൊക്കെ ഉള്ള ഒരു ഇതിന് നടുക്കായിട്ട് ആ വീട് നിൽക്കുന്ന ഭാഗം മാത്രമാണ് വെട്ടിത്തെളിച്ച് ഇട്ടേക്കുന്നത്. ബാക്കിയുള്ള ചുറ്റും ഇത് കവർ ചെയ്യുന്ന രീതിയിലാണ് ഈ വീട് നിൽക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ആ ഘട്ടത്തിൽ പഠിച്ചു വളർന്ന സെബാസ്റ്റ്യൻ പിന്നീട് ഇവിടെ ഈ ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് തന്നെ ചില മോഷണ ശ്രമങ്ങൾ നടന്ന സംഭവത്തിനകത്ത് ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതിൽ തന്നെ സഹിതം ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു കാര്യം അവര് അൺഒഫീഷ്യലായിട്ട് നമ്മളോട് പറഞ്ഞതാണ് അവര്. പക്ഷേ അതിനകത്ത് ചില ഞെട്ടിക്കുന്ന കാര്യം, ഒരു ബന്ധുവിന് അവിടെ കൈവേർ വലിക്കുന്നതുമായി ബന്ധപ്പെട്ട്, ഇലക്ട്രിക് കണക്ഷൻ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യന്റെ വീട്ടിന്റെ കൂടി ഇപ്പുറത്തേക്ക് സെബാസ്റ്റ്യന്റെ വീട്ടിലേക്ക് കണക്ഷൻ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു സംഭവത്തിനകത്ത് ഈ ബന്ധു വീട്ടിൽ കൂടി വേണമായിരുന്നു ഈ വയർ വലിക്കുന്നതിനായി. അപ്പോൾ അതിനകത്ത് എതിർപ്പ് ബന്ധുക്കൾ പ്രകടിപ്പിച്ചതോടുകൂടി അവരുടെ ഭക്ഷണം, അവർ കഴിച്ച ഭക്ഷണം, പിറ്റേ ദിവസം അവർ എന്തോ ഭക്ഷണം കഴിക്കാനെടുത്തപ്പോൾ ഭക്ഷണത്തിന് എന്തോ അസ്വാഭാവികത തോന്നി. തൊട്ടടുത്ത ബന്ധുക്കളാണെന്നുള്ളതാണ്. അങ്ങനെ ഒരു അസ്വാഭാവികത തോന്നി മാറ്റി നോക്കിയപ്പോൾ ആ ഭക്ഷണം അവിടെ ഉണ്ടായിരുന്ന വളർത്തുമൃഗത്തിന് കൊടുത്തപ്പോൾ അത് കൊല്ലപ്പെട്ടു പോയി മരിച്ചുപോയി എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അത് ചത്തുപോയി, കോഴിയായിരുന്നു, അത് ചത്തുപോയി എന്നുള്ള പറഞ്ഞത്. അങ്ങനെ അത് മാത്രമല്ല, അവിടുന്ന് ചരുവവും മറ്റു സാധനങ്ങളും ഒക്കെ യൗവന ഘട്ടത്തിൽ തന്നെ വാഹനത്തിൽ വെച്ചുകൊണ്ട് വന്ന് അത് മോഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ചെറിയ ചെറിയ മോഷണ ഇടപാടുകളൊക്കെ ഉണ്ടായിരുന്ന ആളാണ് എന്നുള്ളത് അവിടെയുള്ള തൊട്ടടുത്തുള്ള ബന്ധുക്കളും ആൾക്കാരും ഒക്കെ സ്ഥിരീകരിക്കുന്നു. അവിടെയുള്ള തൊട്ടടുത്തുള്ള ഒരാള്, പഠിച്ചു കൂടെ വളർന്ന ഒരാൾ പറഞ്ഞത് ഫ്രോഡാണ് എന്നാണ്. അതാണ് സെബാസ്റ്റിനെ കുറിച്ച് ഉപയോഗിച്ച ഒരു വേർഡ്. പിന്നെ ഈ പൈസ, ബിന്ദുവിന്റെ കേസുമായി ബന്ധപ്പെട്ട് പൈസ കിട്ടിയപ്പോൾ ചുറ്റും ആള് കൂടാൻ തുടങ്ങി. ജീവിതം വലിയ തോതിൽ ആഘോഷിച്ചു. പിന്നീട് ഒരു 50 വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴാണ് വിവാഹം കഴിക്കാൻ തയ്യാറാകുന്നത്. അതുവരെ വലിയ ആഘോഷത്തോടെ കൊണ്ടു നടക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരു ക്രേസി മെന്റാലിറ്റി ഉള്ള, മദ്യം വേണോ എന്ന് ചോദിച്ചിട്ട് കാറിനകത്ത് നോട്ട് കെട്ടുകൾ, ഈ ബിന്ദുവിന്റെ സ്ഥലം വിറ്റവുമായി ബന്ധപ്പെട്ട് കാറിനകത്ത് നോട്ട് കെട്ടുകൾ ബാക്ക് സീറ്റിൽ ഇട്ടിട്ട് ആളുകളെ വെല്ലുവിളിച്ചിട്ട് മദ്യം വേണോ, വാങ്ങിത്തരാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ക്രേസി ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ടാണ് ഇയാളെ കുറിച്ച് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത് അടുത്ത ബന്ധുക്കളോടും ഒപ്പം തന്നെ കൂടെ പഠിച്ചവരോടും ഒക്കെ നമ്മൾ ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. അങ്ങനെ ഒരു ക്രിമിനൽ ആക്ടിവിറ്റീസ് നേരത്തെ തന്നെ ഉള്ള ഒരാളാണ്. അതിലൊരു റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങൾ കൂടി വന്നപ്പോഴാണ് ഈ വിഷയം ഏറ്റവും പ്രശ്നമായി സങ്കീർണമായി വന്നിട്ടുള്ളത്. അതിൽ കൂടുതൽ ആളുകൾ ഉണ്ടോ എന്നും സംശയമുണ്ട്. സജിത്ത്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. ശരണ്യ, ഒരു കാര്യം കൂടി, ഈ DNA പരിശോധന, അതിന്റെ ഒരു കൃത്യത, ഫലം എപ്പോഴേക്ക് വരും? സാമ്പിൾ ശേഖരിച്ചു കഴിഞ്ഞില്ലേ? സജിത, ഇതിൽ നമുക്കിപ്പോൾ ഏറ്റവും അവസാനമായി ലഭ്യമാകുന്ന വിവരം ബിന്ദു പത്മനാഭന്റെ കുടുംബത്തെയും DNA സാമ്പിളിന് വേണ്ടി അവരെയും വിളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഇത് ആരുടേതാണെന്നൊരു ക്ലാരിഫിക്കേഷനിലേക്ക് വരണം. ഇയാളുടെ വീടും ആ പരിസരത്തിൽ നിന്നുമൊക്കെ എടുത്തിട്ടുള്ള സാധനങ്ങളും ഒപ്പം തന്നെ ഇനി ഇയാൾ വേറെ വല്ലയിടത്തും കൊണ്ട് ഇത് ഇട്ടിട്ട് അതിന്റെ അവശിഷ്ടങ്ങളെല്ലാം കൂടി കൂട്ടിയിട്ട് കത്തിച്ചതാണോ മറ്റാൾ? കാരണം ഈ ജനമയെ കാണാതായിട്ട് തന്നെ ഡിസംബർ 28-നാണ് കേസെടുക്കുന്നത്.
അത് തന്നെ 1 വർഷം ആവാൻ പോകുന്നു. ഒപ്പം തന്നെ മറ്റ് കേസുകൾ വർഷങ്ങളായത്. അപ്പോൾ ഇയാൾ എവിടെയെങ്കിലും മൃതശരീരങ്ങൾ ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ ആളുകളെ ഈ തട്ടിക്കൊണ്ട് പോകുന്ന ആൾ വീട്ടിനകത്ത് എന്തായാലും ബ്ലഡ് സ്റ്റെയിൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ എവിടെയെങ്കിലും കൊണ്ട് ഉപേക്ഷിച്ചിട്ട് ബാക്കിയുള്ള അവശിഷ്ടങ്ങൾ ഇവിടെ കൊണ്ട് കത്തിച്ചതാണെന്നൊന്നും പറയാൻ കഴിയില്ല. അതുകൊണ്ട് ആകെ ഒരു കൺഫ്യൂഷനാണ്. പക്ഷേ അന്വേഷണ സംഘത്തിന് സെബാസ്റ്റ്യന്റെ ആ 2.5 ഏക്കർ പുരയിടത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. സജിത്ത്, യെസ്, അതാണ് സാഹചര്യം. എന്തായാലും ഈ തിരോധാന കേസുകളുടെ സത്യമറിയാൻ കാത്തിരിക്കുകയാണ് കേരളം. കാരണം 3 പേരുടെ തിരോധാനമാണ് നിർണായകമാവുന്നത്. ഇതിൽ ആദ്യത്തെ ബിന്ദു പത്മനാഭൻ വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു കേസാണ്. 2024 ഡിസംബറിലാണ് ഈ ജെയിൻ മാത്യു എന്നറിയപ്പെടുന്ന ഏറ്റുമാനൂർ സ്വദേശിയുടെ തിരോധാനമുണ്ടാകുന്നത്. ഇതിനിടയിലാണ് ഐഷ എന്ന മറ്റൊരു വ്യക്തിയുടെ കൂടി തിരോധാനം. 3 പേർക്കും സെബാസ്റ്റ്യനുമായി ഉണ്ടായിരുന്ന ബന്ധം സംബന്ധിച്ച് സുപ്രധാനമായ തെളിവുകളുണ്ട്. പക്ഷേ കൊല നടത്തിയത് ആരാണ്, ഇപ്പോൾ കണ്ടെത്തിയ മൃതദേഹ അവശിഷ്ടം ആരുടേതാണ്, പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്തായാലും DNA പരിശോധന നിർണായകമാണ്. ആ പരിശോധനാ ഫലം വരുന്നതുവരെ കാത്തിരിക്കണം. സെബാസ്റ്റ്യൻ കസ്റ്റഡിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇന്ന് പോലീസ് 10 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് കോടതിയിൽ സമർപ്പിക്കുക. നിർണായക ചോദ്യം ചെയ്യൽ തുടരുകയാണ്. എന്തായാലും അങ്ങേറ്റം സങ്കീർണമായ ഒരു കേസിലൂടെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കടന്നു പോകുന്നത്.